ഹായ് വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ്. അപ്പോൾ നമുക്കിന്നേ ഒരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. കൂന്തൽ റോസ്റ്റ് എന്നോ കണവ റോസ്റ്റ് എന്നൊക്കെ പറയാം. ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു റോസ്റ്റ് വെച്ചിട്ട് കഴിക്കുന്ന എൻ്റെ പൊന്നോ സൂപ്പർ ആയിരിക്കും കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടെ എനബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ? ഓടിവാ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു റോസ്റ്റിന് സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഓയിലൊക്കെ ഒന്ന് ചൂടാവുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വെളുത്തുള്ളി ഞാനിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലിയായിരുന്നു, 8 അല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ ചെറിയ 3 പച്ചമുളക് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നടുവിൽ നിന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് സവോള. ഞാനിവിടെ മീഡിയം വലിപ്പത്തിനുള്ള സവോള 3 എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നേർത്ത കനത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് കറിവേപ്പില. സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ് കേട്ടോ കറിവേപ്പില. സൂപ്പർ ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു റോസ്റ്റിന് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ സവോളയൊക്കെ വഴണ്ട് വരാൻ ആവശ്യത്തിന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഒരു ഗോൾഡൻ കളർ ആകണം, അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാവേ. സവോളയൊക്കെ വഴണ്ട് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കണവ വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കിലോ കണവയാണ് ഈ ഒരു വലിപ്പത്തിനാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണവയൊക്കെ ഒരു കുക്കറിലോട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അടുത്തതായി വേണ്ടുന്നതാണ് മുളക് പൊടി. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില എത്ര നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടുത്തതായി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അടുത്തതായി നമുക്ക് കണവയൊക്കെ വെന്ത് വരുന്നതിന് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്യാം. കണവയിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ്, ചെറിയൊരു കപ്പിൽ 1 കപ്പ് അളവാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. നമുക്കിത് 4 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാവേ. അപ്പോൾ കണവയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. 4 വിസിലാണ് കേട്ടോ കേൾപ്പിച്ചെടുത്തിട്ടുള്ളത്. അതായത് ആദ്യത്തെ വിസിൽ കേൾക്കുന്നത് വരെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഒത്തിരി അങ്ങ് കണക വേവിച്ചാൽ അത് റബ്ബർ പോലെ ആകാനുള്ള സാധ്യതയുണ്ട്. സോ 4 വിസിൽ മാത്രം കേൾപ്പിച്ചാൽ മതിയേ. അപ്പോൾ നമ്മുടെ കണവയൊക്കെ വെന്ത് വന്ന സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയും ഇവിടെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയാട്ടോ നമുക്ക് വേണ്ടുന്നത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ വേണ്ടുന്നതാണ് മല്ലിപ്പൊടി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ വേണ്ടുന്നതാണ് മസാല, ഗരം മസാലയാണ് കേട്ടോ. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. മുളക് പൊടി ഇത് സാദാ മുളക് പൊടിയാണ്, അതിൻ്റെ പേരിലാണ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ ഒരു മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറണം, അതുവരെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ സവോളയിലൊക്കെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിനി തക്കാളിയാണ് വേണ്ടുന്നത്. ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നീളത്തിന് നമുക്ക് കട്ട് ചെയ്ത് ആഡ് ചെയ്യാവേ. തക്കാളിയൊക്കെ നമ്മൾ എത്ര നൈസായിട്ട് കട്ട് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് തക്കാളിയൊക്കെ വഴണ്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് കനം കുറച്ച് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം വെന്ത് ചേരണം കേട്ടോ. അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ
വെന്ത് ചേർന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ആ തക്കാളിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടുന്നത്. അതായത് പീസസ് ഒന്നും നമുക്ക് കാണരുത്, എല്ലാം വെന്ത് ചേർന്നിട്ടുണ്ടാവണേ. ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ടുന്നതാണ് ഗ്രേവി. കണവയൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഗ്രേവി വെള്ളമില്ലേ, ആ ഒരു വെള്ളം നമ്മൾ ഈ ഒരു മിക്സിലോട്ട് ആഡ് ചെയ്യുവാണ് കേട്ടോ. ഈ ഗ്രേവി എല്ലാം നല്ലതുപോലെ തിളച്ച് വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു കണവ റോസ്റ്റിന് സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുന്നത്. നിങ്ങൾ റോസ്റ്റ് അല്ല കുറച്ച് കറിയായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീരെ വറ്റിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ഈ ഒരു സമയത്ത് നമുക്ക് ഗ്രേവി സെറ്റാക്കി എടുക്കാവേ. ഗ്രേവിയൊക്കെ വറ്റി തുടങ്ങുന്ന സമയത്ത് കണവ പീസസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. കണവ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടാതെ മസാലയിലും ആഡ് ചെയ്തു. സോ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. എനിക്കിവിടെ കുറവായിട്ടൊന്നും വന്നില്ല, കറക്റ്റ് ഉപ്പ് തന്നെ ആയിരുന്നു. നിങ്ങൾക്ക് ഇനി വേണമെന്ന് തോന്നിയാൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനി വറ്റി നല്ലതുപോലെ റോസ്റ്റായിട്ട് വരണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് കുരുമുളകും കൂടെ ആഡ് ചെയ്യാം. കുരുമുളക് ചതച്ചതാണ് കേട്ടോ, ചതച്ചിങ്ങനെ കടിക്കാൻ കിട്ടണം, അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. 16 കുരുമുളക് എടുത്തിട്ടുണ്ട്, മുഴുവൻ കുരുമുളക്, അതാണ് ചതച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുരുമുളകും കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കണവ റോസ്റ്റിന് ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് ആഡ് ചെയ്യാവേ. അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഈ ഗ്രേവിയൊക്കെ വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റോസ്റ്റ് കിട്ടും. 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള റോസ്റ്റ് ഇവിടെ റെഡിയാണ്, എല്ലാം സെറ്റായി. ഇനി തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഗ്രേവി തിക്കാവും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല സൂപ്പറായിട്ടുള്ള റോസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.